എന്താ പറച്ചോനെ ഇയാൾ പറയുന്നത്? എടുക്കുമ്പോ ആളെന്താ ആകെ സീനാണ്. ഇത് എന്താ പരിപാടി എനിക്കൊരു മനസ്സിലാവണില്ല. ഭാഷ അറിയാതെ എവിടെയെങ്കിലും ഒരു ലോക്കൽ ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോ അവിടെയുള്ള ലോക്കൽസിനോട് സംസാരിക്കുമ്പോ ശ്രദ്ധിക്കുക, ഇതുപോലുള്ള വള്ളിക്കെട്ട് കേസുകളിൽ പെടാൻ ചാൻസ് കൂടുതലാണ്. ആളെ എന്താ അടിച്ചിരിക്കണമെന്നൊരു പിടുത്തല്ല കേസ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മളിപ്പോൾ ഉള്ളത് മൈസൂരാണ് കേട്ടോ. മൈസൂരിൽ നിന്ന് നമ്മൾ പോകുന്നത് ഗൂഡല്ലൂരിലേക്കാണ്. അതായത് കർണാടകയിലെ ബന്ദിപ്പൂർ ടൈഗർ റിസർവ്, തമിഴ്നാടിൻ്റെ മുതിർമലൈ ടൈഗർ റിസർവ് എല്ലാം താണ്ടി കുറച്ച് ആനകളൊക്കെ കണ്ട് സലാം പറഞ്ഞുകൊണ്ട് നൈസായിട്ട് ആ ഒരു കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നേരെ ഗൂഡല്ലൂർ വരെയുള്ള ഒരു യാത്രയായിരിക്കും. അതിനായിട്ട് നമ്മൾ നേരെ പോകേണ്ടത് സബർ ബസ് സ്റ്റാൻഡിലേക്കാണ്. സബർ ബസ് സ്റ്റാൻഡിൽ പോയതിന് ശേഷമാണ് നമുക്ക് അവിടുന്ന് ഊട്ടിയിലേക്ക് പോകുന്ന ബസ്സോ അല്ലെങ്കിൽ നാടുകാണി വഴി നിലമ്പൂർ പോകുന്ന ബസ്സോ ഏതിലൊക്കെ കിട്ടും. എന്തായാലും നേരെ ഒട്ടും വൈകിക്കുന്നില്ല, നേരെ വീട്ടിലേക്ക് പോകാം. 50 rupees. ATM? Near ATM? Okay. അപ്പോൾ 50 rupees ആണ് പറയുന്നത് സബർ ബസ് സ്റ്റാൻഡിലേക്ക്. ಎಷ್ಟು किलोमीटर? इसमें 80 किलोमीटर? 1 किलोमीटर मैप में 1 किलोमीटर जस्ट वाक डिस्टेंस. ആകെ സീനാണ്. ഇവിടെ അടുത്തുള്ളൊരു സംഭവം കേട്ടോ. ഇനി എന്നെ കറക്കി കൊണ്ടുപോകും, എന്നിട്ട് 50 രൂപ കൊടുക്കണമെന്ന് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, യാത്രയിൽ തുടങ്ങുന്നത് ചിലപ്പോന്നില്ല. ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഏകദേശം 10 മണി എണീച്ചിട്ടുണ്ട്. 10 മണിക്ക് എണീച്ചിട്ട് പിന്നെ നേരെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് സോപ്പ് കാര്യങ്ങളൊക്കെ വാങ്ങി നല്ലൊരു അടിപൊളി കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ആയതിനു ശേഷം ഇന്നത്തെ യാത്ര ഇവിടെ കൊണ്ട് തുടങ്ങുകയാണ്. സബർ ബസ് സ്റ്റാൻഡിലേക്ക് നല്ല റഷ്. അപ്പോൾ ഗൈസ്, നമ്മൾ മൈസൂർ സബർ ബസ് സ്റ്റാൻഡിനൊക്കെ അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് മിസ്സിൻ്റെ ഒരു ഊട്ടി ബസ്സാണ് മിസ്സായി പോയി. ഇനി അടുത്ത ബസ് എന്ന് പറയുന്നത് 4:15, ഏകദേശം 3/4 മണിക്കൂറോളം നമ്മളുടെ ലാഗാണ്, പോസ്റ്റാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാനായിട്ട് സമയമല്ല. അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ KSRTC ഡിപ്പോയിൽ പോയിട്ട് നാടുകാണി വഴി പോകുന്ന എന്തെങ്കിലും ബസ് എന്തെങ്കിലും വകുപ്പൊന്നും അന്വേഷിച്ചതിന് ശേഷം ഒരു നിവൃത്തി ഇല്ലാന്നുണ്ടെങ്കിൽ ഗുണ്ടൽപേട്ടിലേക്ക് കയറിയിട്ട് അവിടെ നിന്ന് ഗൂഡല്ലൂർ വരെ പോകുന്ന ഏതെങ്കിലും ബസ്സിൽ കയറിയിട്ട് പിടക്കാനാണ് പരിപാടി കേട്ടോ. അപ്പോൾ ഗൈസ്, മൈസൂരിൽ നിന്നും ഗുണ്ടൽപേട്ടിലേക്കുള്ള യാത്ര ഈ ഒരു ബസ്സിലായിരിക്കാനാണ് സാധ്യത. ഇത് ഗുണ്ടൽപേട്ടിലേക്കാണെന്ന് പറയുന്നത് കേട്ടോ. സീറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ പോകാട്ടോ. എത്രയും പെട്ടെന്ന് വെച്ച് പിടക്കാം. ഒരു ഡോറേ ഉള്ളൂ കേട്ടോ, ബാക്കിൽ മാത്രം ഒരു ഡോറെ കാണുന്നുള്ളൂ. എത്ര മണിക്കാന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ബസ്സിലെ മനോഹരമായിട്ടുള്ള മൈസൂർ പാലസിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് സബർ ബസ് സ്റ്റാൻഡിൽ നിന്നും ഗുണ്ടൽപേട്ടിലേക്കുള്ള ഈ ഒരു യാത്ര ആരംഭിച്ചിരിക്കുകയാണ് കേട്ടോ. गुंडलपेट में गुंडलपेट हल्ली എന്താ പറച്ചോനെ ഇയാൾ പറയുന്നത്? यूट्यूब में डालने के लिए हाँ मैसूर एल्ला मैसूर ज़ू मैसूर पैलेस एल्ला पोट्टे मैसूर पैलेस यूट्यूब ಎಲ್ಲಿ ಬಂತು? ಇಯಾಳೆಂದ പറയുന്നത് ಬರಲ್ಲ ಹೋಗಿ ಅಲ್ಲಿ ಎಷ್ಟು ಮಣಿ ಎಷ್ಟು ಗಂಟೆಗೆ ತೂಗಾಕಿ ಕಲ್ 5 പിന്നെ സീനാണ്, കോമഡിയാണ്, അതുപോലെ തന്നെ വലിയൊരു ട്രാജഡിയാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നൈസായിട്ട് ഈ സൈഡ് സീറ്റിൽ ഇരുന്നിട്ട് സൈഡിലുള്ള കാഴ്ചകളൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്തെ ഇയാൾ പറഞ്ഞു ഇയാളെ എന്നെ എടുക്കാൻ പറഞ്ഞു. ഇയാളെടുത്തപ്പോൾ ഇയാൾ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. എനിക്ക് ഭാഷ അറിയാത്തതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇയാൾ പറഞ്ഞതിന് അതുപോലെ തന്നെ അങ്ങോട്ട് പറഞ്ഞപ്പോൾ ആളുകളൊന്നും ശ്രദ്ധിക്കുന്നില്ല. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. കർണാടക ബീവറേജ് കോർപ്പറേഷൻ്റെ വാട്ടവെള്ളത്തിൻ്റെ പവറിലാണ് ഈ ഒരു രംഗം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് കാര്യം മനസ്സിലായപ്പോൾ നൈസായിട്ട് എസ്കേപ്പ് ആവാൻ തുടങ്ങി ഞാൻ. അതയാൾക്ക് പറ്റാതെ എങ്ങനെയും ഒന്ന് ഗുണ്ടൽപേട്ട് എത്തിക്കിട്ടിയാൽ മതി എന്നുള്ളൊരു അവസ്ഥയായി.
അപ്പോൾ ഗൈസ് ഇതാണ് ഗുണ്ടൽപേട്ട് ബസ് സ്റ്റാൻഡ് വരുന്നത് കേട്ടോ. സ്കൂൾ വിട്ട ടൈമാണ്, ഭയങ്കര തിരക്കാണ്, ഒരു രക്ഷയില്ലാത്ത തിരക്ക്. നമുക്ക് എത്രയും പെട്ടെന്ന് സമയം കളയാനേ ഇല്ല, എത്രയും പെട്ടെന്ന് നമുക്ക് ഗൂഡല്ലൂർക്കുള്ള ബസ് കയറണം. കാരണം നമുക്ക് ആ ഒരു വിഷ്വൽസ് ഒക്കെ മിസ്സായി പോകും. ആരത്തിലൊക്കെ ഒന്ന് അന്വേഷിച്ച് നൈസായിട്ട് വെച്ച് പെടച്ചേക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ വണ്ടി എടുക്കാൻ പോവാണ് കേട്ടോ. അതായത് ഊട്ടിയിലേക്ക് പോകുന്നതാണ്. ഊട്ടി വഴി കോയമ്പത്തൂരിലേക്ക് പോകുന്ന ബസ്സിലാണ് നമ്മളിപ്പോൾ കയറിയിട്ടുള്ളത്. ഗാന്ധിപുരം വരെ ഈ ഒരു ബസ് ഉണ്ട്. നമ്മളെന്തായാലും ഈ ഒരു സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേഡീസ് സീറ്റാണ് കേട്ടോ. അപ്പോൾ ഗൂഡല്ലൂർ വരെയൊക്കെ ഇവിടെ ഇരിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ കോയമ്പത്തൂരിലേക്കാണെന്നുണ്ടെങ്കിൽ നൈസായിട്ട് ബാക്കിൽ ഇരിക്കേണ്ടി വരും, അല്ലെങ്കിൽ സീറ്റ് മാറേണ്ടി വരും എന്ന് പറഞ്ഞു കേട്ടോ. കാരണം ഇത് ലേഡീസ് സീറ്റാണല്ലോ. എന്തായാലും നമ്മളെ യാത്ര ഗൂഡല്ലൂർക്കാണ് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോകുന്നത്. അവിടുന്ന് തീരുമാനിക്കാം കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ. നിങ്ങൾ കർണാടകയുടെ ഉൾഗ്രാമങ്ങളിലൂടെ പോയിട്ടുണ്ടോ? ഉൾഗ്രാമങ്ങൾ കണ്ടിട്ടുണ്ടോ? അതായത് ഗുണ്ടൽപേട്ട് എന്നൊക്കെ പറയുന്നത് ഒരുപാട് നിരന്ന് പരന്ന് കിടക്കുന്ന ഇഷ്ടംപോലെ കൃഷിഭൂമികളും ഒരുപാട് കർഷക കുടുംബങ്ങളും ജീവിക്കുന്ന ഒരു അടിപൊളി മനോഹരമായിട്ടുള്ള ഒരു കർണാടകയുടെ ഗ്രാമപ്രദേശമാണ് കേട്ടോ ഗുണ്ടൽപേട്ട്. നമ്മളിവിടുന്ന് ബന്ദിപ്പൂർ ഫോറസ്റ്റ് വരെ ഈ ഒരു ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമുക്ക് പോകാൻ കഴിയും. ഒരുപാട് എന്താ പറയുക, ഒരുപാട് കൃഷിഭൂമികളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ആ ഒരു വെറൈറ്റി വൈബായിരിക്കും കേട്ടോ ഈ ഒരു റൂട്ടിലൂടെ യാത്ര ചെയ്യാനായിട്ട്. അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ കണ്ടുകൊണ്ട് പോകാം. അങ്ങനെ ഏറെ നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ കാഴ്ചകളൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. അതായത് ഗ്രാമപ്രദേശങ്ങളൊക്കെ വിട്ടിട്ട് നമ്മൾ നേരെ കാടിനകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട് കേട്ടോ. കർണാടകയുടെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിനകത്തേക്ക്, ആ ഒരു ഫോറസ്റ്റിനകത്തേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടുണ്ട്. പക്ഷേ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈസായിട്ട് സൺലൈറ്റൊക്കെ ഒന്ന് മങ്ങി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വിഷ്വൽസൊക്കെ ചെറുതായിട്ടൊരു ആ ഒരു ക്ലാരിറ്റിയിൽ നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളൊരു നിരാശ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു നേരത്തായിരുന്നു കേട്ടോ ഒരു കൗശം ബോർഡ് കണ്ടത്. അതായത് എലിഫൻറ്റ് ക്രോസിംഗ് സോൺ. യാണയെല്ലാം ഇറുക്ക് ക്രോസ് പണ്ണത് കേട്ടോ, കട്ട വീട്ടുകളാണ് കേട്ടോ. ഇതാണ് കേട്ടോ ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് വരുന്നത്. അതായത് നമ്മളെ ഒരു ജീപ്പ് സഫാരി ഫോറസ്റ്റിനകത്ത് കൂടെ അവരുടേതായ ആളുകളൊക്കെ ആയിട്ട് ഭയങ്കര സേഫ് മോഡായിരിക്കും, വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് പേടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ നല്ല സീനായിരിക്കും കേട്ടോ. കാരണം പുലിയൊക്കെ ചിലപ്പോൾ വന്നിട്ട് എടുത്തൊക്കെ വന്ന് നിൽക്കുക, ഭാരി സെറ്റപ്പ് ആയിരിക്കും. അതായത് മൃഗങ്ങളുടെ അവരുടെ തറവാട്ടിനകത്തേക്ക് കയറിയിട്ട് ആ ഓരോരുത്തരെ കണ്ട് ഇങ്ങനെ പോവുക, അടിപൊളി പരിപാടിയാണ്. അങ്ങനെ നമുക്ക് ഫസ്റ്റ് ബന്ദിപ്പൂർ ഫോറസ്റ്റിലെ ഫസ്റ്റ് സൈറ്റിൻ്റെ അടുത്താകുന്നുണ്ട് ഒരു കൊമ്പനെന്നല്ല പിടിയാനാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. റോഡിൻ്റെ സൈഡിൽ സൂപ്പർ അമേസിങ്. അങ്ങനെ നമ്മൾ ഈ ഒരു ഫോറസ്റ്റിലെ കർണാടകയുടെ ഭാഗം കഴിഞ്ഞിട്ടാ ഇനി അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാടിൻ്റെ മുതുമലൈ ടൈഗർ റിസർവിലേക്കാണ് പ്രവേശിക്കാൻ പോകുന്നത്. അപ്പോൾ കർണാടകയുടെ എക്സിറ്റ് ആണ്. താങ്ക് യു, വിസിറ്റ് അഗൈൻ കർണാടക സ്റ്റേറ്റ്. അപ്പോൾ തമിഴ്നാടിൻ്റെ മുതുമലൈ ടൈഗർ റിസർവിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ ആയിട്ട് മിക്കവാറും ഒരു ചെക്കിംഗ് ഒക്കെ കാണാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. കാരണം വണ്ടി നൈസായിട്ട് സൈഡാക്കി വരുന്നുണ്ട് കേട്ടോ.
നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അവർ ബസ്സിൽ കയറിയിട്ട് എൻ്റെ ബാഗൊക്കെ ഫസ്റ്റ് തന്നെയാണ് കേട്ടോ ചെക്ക് ചെയ്തത്. ബാഗൊക്കെ വലിച്ചിട്ട് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എല്ലാത്തിലും കൈയിട്ട് എല്ലാ അറകളും തുറന്ന് കൈയൊക്കെ ഇട്ടിട്ട് നൈസായിട്ട് നല്ല രീതിയിലൊരു ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് മുതുമലൈ ടൈഗർ റിസർവിലൂടെ വീണ്ടും യാത്ര മുന്നോട്ട് തുടങ്ങിയിട്ടുണ്ട്. ആദ്യമായിട്ട് തന്നെ നല്ല മനോഹരമായിട്ടുള്ളൊരു മാൻ കൂട്ടങ്ങളാണ് കേട്ടോ നമ്മൾ ഈ ഒരു തമിഴ്നാടിൻ്റെ ഭാഗത്ത് നിന്ന് ഫസ്റ്റ് ടൈം നമുക്ക് സൈറ്റ് കിട്ടിയിട്ടുള്ളത്. അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പർ അല്ലേ? ദാണ്ടെ അടുത്തത് കോപ്പ നമ്പർ 2. അടിപൊളി ഒരു ആനക്കൂട്ടം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ നൈസായിട്ട് പുറത്തേക്ക് സ്റ്റിക്ക് വെച്ച് നീട്ടിയപ്പോൾ ആ ഒരു ആന തുമ്പിക്കൈ കൊണ്ട് ഇങ്ങനെ സിഗ്നൽ എന്നിട്ടുണ്ട്. സലാം പറഞ്ഞു വിട്ടിട്ടുണ്ട് നമ്മളെന്തായാലും. അടിപൊളി. ഗൈസ്, ഈ സ്ഥലം ഓർമ്മയുണ്ടാ? ഇതാണ് കേട്ടോ തെപ്പക്കാട്. അതായത് അന്ന് നമ്മൾ മസനഗുടി വഴി വന്നിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് ലിഫ്റ്റ് അടിച്ചിട്ട് മൈസൂർക്ക് പോയൊരു കഥ ഉണ്ടായില്ലേ, ആ സ്ഥലം തന്നെയാണ്. ഊട്ടിയിൽ നിന്നും മസനഗുടി വഴി മൈസൂരിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഫോറസ്റ്റിൽ വെച്ച് ജോയിൻ ചെയ്യുന്ന സ്ഥലമാണ് തെപ്പക്കാട്. അപ്പോൾ ഗൈസ്, നമ്മൾ ഗൂഡല്ലൂർ എത്താറായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കാട്ടിലൂടെയുള്ള യാത്രയൊക്കെ അവസാനിക്കാറായിട്ടുണ്ട്. കാലാവസ്ഥ ഒരുപാട് മാറിയിട്ടുണ്ട്, ഇരുട്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോടയൊക്കെ പരന്നിട്ട് അത്യാവശ്യം തണുപ്പൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. 8 മണി കഴിഞ്ഞാൽ കാട്ടിലെ കൊമ്പന്മാർ ഉണരുന്ന സമയമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ 8 മണി കഴിഞ്ഞാൽ പ്രൈവറ്റ് വാഹനങ്ങളെ ഈ ഒരു ഫോറസ്റ്റിലൂടെ കടത്തി വിടുന്നതല്ല. കണ്ടില്ലേ, മാൻകൂട്ടങ്ങളെ കണ്ടില്ലേ? ഒരു രക്ഷയില്ല, എത്ര ഉണ്ടെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല, കാരണം ഇരുട്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഗൂഡല്ലൂർ എത്തിയിട്ട് കാണാം. தீபக் ஃப்ரம் ஊட்டி. ஊட்டியா உங்க பிளேஸ்? நான் ஊட்டிக்கு தான் போறேன். நைஸ் டு மீட் யூ. பை. ஐயா போயிட்டு வரேன். சரி. உங்க பேரு? ஜெயபிரகாஷ். ஃப்ரம் മേട്ടുപ്പാളയോ? ഓക്കെ. അപ്പോൾ നമ്മളെന്തായാലും ബസ്സിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഡ്രൈവർ നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ, എല്ലാ സ്ഥലങ്ങളിലും നിർത്തിയിട്ട്. പിന്നെ ഇപ്പം ഞാൻ ഒരുത്തിനെ പരിചയപ്പെടുത്തി തന്നില്ലേ, ഒരു പയ്യനെ. അവനാണ് എനിക്ക് ആ ഒരു ഷൂട്ടൊക്കെ എടുത്തു തന്നിട്ടാ. ഞാൻ അവൻ്റെ കയ്യിലാണ് കൊടുത്തത്, അവനാണ് എടുത്ത്. എല്ലാവരും നല്ല ഒരു സപ്പോർട്ടായിരുന്നു കേട്ടോ. ചില ആളുകളുണ്ട് നമ്മൾ എന്തായാലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം അടിപൊളിയായിരിക്കും. അപ്പോൾ ഗൈസ്, എന്തായാലും നമ്മൾ ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ വെച്ചിട്ട് സൈനിങ് ഓഫ് പറയാൻ പോവാണ് കേട്ടോ. ഇനി ഇവിടുന്ന് എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് ബാക്കി പ്ലാൻ ഇടാം. ബാക്കി പ്ലാൻ ഇട്ടതിന് ശേഷം ഏത് വഴി തിരിച്ച് നാട്ടിലേക്ക് പോകണം, അതായത് കോയമ്പത്തൂർ വഴി പോവുക, നിലമ്പൂർ വഴി പോവുക, നാടുകാണി എല്ലാം ഇറങ്ങിയിട്ട്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് വഴികളുണ്ട് കേട്ടോ. സെൻട്രൽ പൊസിഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, ഗൂഡല്ലൂരിലാണ് നിൽക്കുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ നമ്മളിവിടെ വെച്ചിട്ട് സൈനിങ് ഓഫ് പറയാൻ പോവുകയാണ്. ഞാൻ എന്തായാലും ജസ്റ്റ് ഫുഡൊക്കെ ഒന്ന് കഴിച്ചിട്ടൊന്ന് റീഫ്രഷ് ആവട്ടെ. ഞാൻ ഇതുവരെയായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല, സത്യം പറയാലോ. ഞാൻ ഇതുവരെയായിട്ട് 2 പൂരല്ലാതെ ഇന്ന് 6 മണി സമയമായി, ഇതുവരെയായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല, വെറും 2 പൂരി. എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിട്ട് ഒന്ന് ഉഷാറായതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. അടിപൊളി കിട്ടുകാച്ചി കിണ്ണം കാച്ചിയ വീഡിയോസിലായിട്ട് ഞാൻ ഇനി വരുന്നതാണ്. അപ്പോൾ പിന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ ബൈ.